മലയാള സാഹിത്യത്തിൽ ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് മോഡൽ. ഒരു കഥ എഴുതിയാൽ ആ കഥാകാരൻ ജയിലിൽ അടയ്ക്കപ്പെടുക എന്ന സാഹചര്യം മോഡൽ എഴുതിയ പൊൻകുന്നം വർക്കി എന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് അനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ്. ഇത് ദിവ്യാസ് ലേണിംഗ് അക്കാഡമി ഈ പുതിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി ICSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് പൊൻകുന്നം വർക്കിയുടെ പ്രസിദ്ധമായ കഥ മോഡൽ. ആലപ്പുഴ ജില്ലയിലെ എടത്വ എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച സാഹിത്യകാരനാണ് പൊൻകുന്നം വർക്കി. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തേക്ക് താമസം മാറുകയും അവിടെ അദ്ദേഹം തൻ്റെ ബാല്യകാലം ചെലവഴിക്കുകയും ജീവിത സാഹചര്യങ്ങളോടും സാമ്പത്തിക പ്രതിസന്ധികളോടുമൊക്കെ പടവെട്ടുമ്പോഴും ഒരു പ്രതിഭാശാലിയായ എഴുത്തുകാരനായി മാറാനുള്ള എല്ലാ ലക്ഷണങ്ങളും പൊൻകുന്നം വർക്കി എന്ന മനുഷ്യൻ അല്ലെങ്കിൽ കഥാകാരൻ തുടർന്നുകൊണ്ടേയിരുന്നു. 1939 അദ്ദേഹം പുതിയ ഒരു കഥയുമായിട്ടാണ് സാഹിത്യരംഗത്ത് പ്രവേശം ചെയ്തത്. ആ കഥയുടെ പേര് തിരുമുൽ കാഴ്ച എന്നായിരുന്നു. പിന്നീട് നൂറുകണക്കിന് കഥകൾ അദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളും ചെറുകഥകളും അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള തീരുമാനങ്ങളും മലയാളികളെ വളരെയേറെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള അതിശയോക്തിയുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സാഹിത്യകാരൻ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അക്കാലത്ത് ജനങ്ങൾ വായിക്കുന്നവരായിരുന്നു, വായനയോട് ഇഷ്ടമുള്ളവരായിരുന്നു, ചിന്തിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ മോഡൽ എന്ന കഥ അക്കാലത്ത് കേരളം ഭരിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ സർ CP രാമസ്വാമി അയ്യർ എന്ന ദിവാൻ്റെ ഭരണ രീതികളോടുള്ള പ്രതികരണമായി ഗവൺമെൻറ് വിലയിരുത്തുകയും അതിന് അദ്ദേഹത്തെ 1946 ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പൊൻകുന്നം വർക്കിയുടെ യാത്ര എപ്പോഴും പുരോഗമന പ്രസ്ഥാനങ്ങളോടും പുരോഗമനവാദികളോടും ഒപ്പമായിരുന്നു. ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നതിന് അപ്പുറം ഭൗതികമായി കാണുന്ന എന്തിനേയും ശരി എന്ന് വിലയിരുത്തുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചു വന്നു. ദൈവങ്ങളെ മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്നും ദൈവങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചതല്ല എന്നും ഒരു യഥാർത്ഥ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കണമെന്നും ക്രിസ്ത്യാനിയായ പൊൻകുന്നം വർക്കി ഉറക്കെ പറഞ്ഞത് പലപ്പോഴും മതമേലധ്യക്ഷന്മാരെയും സമൂഹത്തെയും ഒട്ടൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ മോഡൽ എന്ന കഥ അമേരിക്കൻ മോഡൽ എന്ന ഭരണ പരിഷ്കാരം കേരളത്തിൽ നടപ്പിലാക്കിയ സർ CP രാമസ്വാമി അയ്യരോടുള്ള പ്രതിഷേധമായിരുന്നു എന്ന് കേരളം പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞു. അതിൻ്റെ കാരണം പിന്നീട് നിങ്ങൾ കണ്ട വയലാർ സമരം പോലെയുള്ള വലിയ സമരങ്ങൾ, വലിയ രക്തരൂക്ഷിതമായ സമരങ്ങൾ മീനാശ്ശേരിയിലും പുന്നപ്രയിലും വയലാറിലുമൊക്കെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത് അമേരിക്കൻ മോഡലിനെതിരെയുള്ള ഈ ശക്തമായ സമരത്തിൽ ഇടപെട്ടത് കൊണ്ടായിരുന്നു എന്ന് കാലവും ചരിത്രവും രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു നാന്ദി എന്ന നിലയിൽ വന്നത് പൊൻകുന്നം വർക്കിയുടെ ഈ കഥയാണ്. ഈ കഥ ശരിക്കും ഒരു തയ്യൽക്കാരൻ്റെ കഥയാണ്. ഒരു തയ്യൽക്കാരൻ തൻ്റെ ഒരു കസ്റ്റമർക്ക് മോഡൽ എന്ന കഥ ഒരു തയ്യൽക്കാരൻ്റെ ജീവിത കഥയാണ്. ഒരു തയ്യൽക്കാരൻ തുണി തയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തർക്കം. അദ്ദേഹത്തിനെ നമുക്ക് CP ഫ്രാൻസിസ് എന്നാണ് കഥയിൽ കഥാകാരൻ അവതരിപ്പിക്കുന്നത്. CP ഫ്രാൻസിസ് വളരെ മോഡേണായ ഒരു തയ്യൽക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ലോകത്തെ തയ്യൽ അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും തികഞ്ഞ പണ്ഡിതനാണ് താൻ എന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കഥാകാരൻ പറയുന്നത് അദ്ദേഹം കഷായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു. ഓരോ പ്രദേശത്തും സഞ്ചരിച്ചതിൻ്റെ ഒരു രേഖ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ മദ്രാസിലായിരുന്നപ്പോൾ ഒരു ലോ മെമ്പർ ഫുൾ കൈയുള്ള ഷർട്ടും കോളറുള്ള ഷർട്ടും ധരിക്കുന്നത്, അതിനിടയിലാണ് അദ്ദേഹത്തിനെ വളരെ താല്പര്യത്തോടു കൂടി
അത്തരത്തിലുള്ള ഷർട്ട് തയ്ച്ചിടണമെന്ന തോന്നൽ ഉണ്ടായത്. അങ്ങനെ വലിയ ആളുകളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ എല്ലാ വസ്ത്രങ്ങളും തയ്ക്കുന്നതിൽ മിടുക്കനായിരുന്നു. പൈജാമ, ഷർട്ട്, ബ്ലൗസ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനുഷ്യരണിയുന്ന എല്ലാ തരത്തിലുള്ള തയ്യൽ രീതികളിലും നല്ല വശമുണ്ടായിരുന്നയാളായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും വളരെ ഇഷ്ടവുമായിരുന്നു തയ്യൽക്കാരൻ എന്നുള്ള നിലയിൽ. അദ്ദേഹം ജനങ്ങൾ കൊണ്ടുവരുന്ന വില കൂടിയ വസ്ത്രങ്ങൾ വെട്ടുന്നത് കാണുമ്പോൾ ആ പണം കൊടുത്ത് വാങ്ങിയവൻ്റെ ഹൃദയം മുറിക്കുന്നതിന് തുല്യമായിട്ട് പലപ്പോഴും അവർക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് പോലെ തന്നെ CP ഫ്രാൻസിസ് തൻ്റെ ഇഷ്ടങ്ങൾ തയ്യൽക്കാരൻ എന്നുള്ള നിലയിൽ ആ തയ്ക്കാൻ വരുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ കഥ എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം തൻ്റെ ജോലി തുടരുന്നതിനിടയിൽ, തയ്യൽ തുടരുന്നതിനിടയിൽ പാപ്പൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അക്കാലത്തെ ഓണത്തിന് പുതിയ ഒരു വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് റേഷൻ തുണി കൊണ്ട് ഉള്ള ഒരു ഷർട്ടായിരിക്കണം എന്ന് ആദ്യം ഓർത്തെങ്കിലും വർഷത്തിലൊരിക്കൽ വരുന്നതാണ് ഓണം. എല്ലാവരും പുത്തൻ വസ്ത്രം ധരിക്കുമ്പോൾ പാപ്പനും അത് ഒരു പുത്തൻ വില കൂടിയ നല്ല വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടാവുകയും അതിന് അദ്ദേഹം CP ഫ്രാൻസിസിനെ സമീപിച്ച് തൻ്റെ ഷർട്ട് ഒന്ന് തയ്ച്ച് തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ തയ്ക്കാൻ കൊടുത്ത ഷർട്ട് തിരിച്ചു വാങ്ങാൻ വരുമ്പോഴാണ് പാപ്പൻ മനസ്സിലാക്കുന്നത് താൻ മനസ്സിൽ വിചാരിച്ച മോഡൽ ആയിരുന്നില്ല. CP ഫ്രാൻസിസ് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് തയ്ച്ചു വച്ചിരിക്കുന്നത്. ഇത്രയും താൻ ആഗ്രഹിച്ച ഷർട്ട്, താൻ ആഗ്രഹിച്ച രീതിയിലുള്ള മോഡലിലുള്ള ഷർട്ടിന് പകരം CP ഫ്രാൻസിസിന് ഇഷ്ടപ്പെട്ട അമേരിക്കൻ മോഡലിലുള്ള ഒരു ഷർട്ടാണ് തയ്ച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ കുടുക്കുകൾ കയറാതെയും ഹാഫ് കൈയുള്ള ഒരു ഷർട്ടുമായും നമ്മുടെ നെഞ്ചുഭാഗം വളരെ ഒതുങ്ങിയ തരത്തിലുള്ള ഒരു ഷർട്ടാണ് പാപ്പന് വേണ്ടി CP ഫ്രാൻസിസ് കരുതിയിരുന്നത്. അയാൾക്ക് ദേഷ്യം വന്നു. കാരണം എനിക്കിഷ്ടപ്പെട്ട മോഡൽ ഇടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കിഷ്ടപ്പെട്ട മോഡൽ കൊണ്ടുവന്നാൽ അത് ശരിയാവുന്നത് എങ്ങനെ? അങ്ങനെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അപ്പോഴാണ് CP ഫ്രാൻസിസ് തൻ്റെ കാറ്റലോഗ് തുറന്നിട്ട് ഓരോ മോഡലുകളെക്കുറിച്ചും പഠിക്കുകയും ഏതാണ് പാപ്പൻ്റെ മനസ്സിലുള്ള മോഡലെന്ന് തിരിച്ചറിയുകയും ഇത് ബ്രിട്ടീഷ് മോഡലാണ് എന്ന് പറയുകയും ചെയ്തു. ഈ അമേരിക്കൻ മോഡലാണ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ നല്ലത് എന്ന് പറയുന്നു. ഈ അമേരിക്കൻ മോഡൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ജീവിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, നിങ്ങൾ ശരിയായി ഉപയോഗിക്കേണ്ടത് ആ തരത്തിലുള്ള ജീവിത രീതിയാണ് എന്ന് പറയുന്നിടത്താണ് കഥയുടെ പ്രത്യേകത. കഥ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യത്തിൻ്റെ അലയൊലികൾ പേറുന്നത് അവിടെയാണ്. അങ്ങനെ പാപ്പൻ ദേഷ്യപ്പെട്ട് തിരികെ പോവുകയും വീണ്ടും ഒരു ദൃഢനിശ്ചയത്തോടു കൂടി CP ഫ്രാൻസിസിൻ്റെ അടുത്ത് വരികയും അയാൾക്കെതിരെ ദേഷ്യത്തോടു കൂടി എനിക്കിഷ്ടപ്പെട്ട മോഡലാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കിഷ്ടപ്പെട്ട മോഡൽ അല്ല എന്ന് ധൈര്യസമേതം പറയുകയും ചെയ്യുന്നിടത്ത് ആളുകൾ കൂടുകയും ഒടുവിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ആ തയ്ച്ച് കൂട്ടിയിരുന്ന വസ്ത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ കഥ പര്യവസാനിക്കുന്നു. കഥയുടെ പര്യവസാനം ഇങ്ങനെയാണ് എങ്കിലും പ്രധാനം ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അവൻ്റെ ജീവിതവും അവൻ തന്നെ ആസൂത്രണം ചെയ്യുന്നതും സാധാരണക്കാർ അടിമകളല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതുമായ ഒരു ജീവിത രീതിയുടെ പരിച്ഛേദമായിട്ടാണ് മോഡൽ എന്ന കഥ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനായിരുന്ന പൊൻകുന്നം വർക്കി പുരോഗമനകലാ സാഹിത്യ പ്രവർത്തകനായും നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ പ്രസിഡൻ്റായും അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ജേതാവായും ഒക്കെ സാഹിത്യ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം അക്കാലത്ത് എഴുതി പിടിപ്പിച്ചത് സാഹിത്യത്തിലൂടെ എങ്ങനെ ഭരണത്തെ തിരുത്താം എന്ന വാദത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ മോഡൽ എന്ന കഥ അദ്ദേഹത്തിന് ജയിൽവാസം നേടിക്കൊടുത്തു എന്ന് ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നുവല്ലോ. അപ്പോൾ കഥ എഴുതുമ്പോൾ, കഥ പഠിക്കുമ്പോൾ കഥ ഒരു തയ്യൽക്കാരനായ CP ഫ്രാൻസിസിൻ്റെ തയ്യലുമായി ബന്ധപ്പെട്ടതാണെന്നും പാപ്പൻ എന്നൊരാൾ തയ്ച്ച ഷർട്ട് ശരിയാകാതിരുന്നത് കൊണ്ട് ആ ഷർട്ടിന് വേണ്ടി നല്ല
തയ്യലിന് വേണ്ടി പാപ്പനും ഫ്രാൻസിസും തമ്മിൽ അടിയുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നതോ ആണെന്ന് പറയുമ്പോഴും ഓരോ സാഹിത്യ സൃഷ്ടിയുടെ ഉള്ളിലും നമ്മൾ കാണാത്ത ഒട്ടേറെ വ്യംഗ്യന്തരേണയുള്ള അർത്ഥതലങ്ങൾ സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബിംബങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു പാഠം പഠിച്ചു എന്ന് പറയുന്നത്. ICSE വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഈ കഥ നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അധ്യായം നിങ്ങൾ വായിക്കുമ്പോഴും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്ന ഓർമ്മ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.